ധനുരാശിയിലെ മൂലനക്ഷത്രം. അപ്പോൾ മൂലനക്ഷത്രക്കാരെ സംബന്ധിച്ച് അവർക്കിപ്പോൾ കഴിഞ്ഞൊരു 2.5 വർഷമായിട്ട് അവർക്ക് 3-ലെ ശനിയായിരുന്നു. പക്ഷെ 3-ലെ ശനിയാണെങ്കിലും 6-ാം ഭാവത്തിലായിരുന്നു അവരുടെ വ്യാഴം നിന്നിരുന്നത്. അപ്പോൾ 3-ലെ ശനി നമുക്കിപ്പോഴും പറയും നല്ല 7-ര ശനിയൊക്കെ കഴിഞ്ഞു, 3-ലേക്ക് ശനി വരുമ്പോൾ മുടി വെച്ച് വാഴുന്ന ഒരു സമ്പ്രദായമാണ് നമ്മൾ പറയുക. പക്ഷെ വ്യാഴം അവിടെ ഇത്തിരി 6-ാം ഭാവത്തിലായതുകൊണ്ട് അവർക്ക് അത്രയ്ക്കും ഊഷ്മളമായ ചിലപ്പോൾ ഫലങ്ങൾ കിട്ടിയിട്ടില്ലെങ്കിലും ഇനി 7-ാം ഭാവത്തിലേക്കാണ് നമ്മുടെ വ്യാഴത്തിൻ്റെ വരവ്. അപ്പോൾ 7-ലെ വ്യാഴം എപ്പോഴും നിവർത്തികാരകനാണ്. എന്ത് കാര്യം വിചാരിച്ച പോലെ നടക്കാനായിട്ട് നമുക്ക് സാധിക്കും. പക്ഷെ ഇവിടെ ശനീശ്വരൻ പോകുന്നത് 4-ാം ഭാവത്തിലാണ്. അപ്പോൾ 4-ല് നമുക്ക് ഗുരുവിൻ്റെ രാശിയിലായതുകൊണ്ട് വലിയ ദോഷങ്ങളെയൊന്നും പറയുന്നുണ്ട. കണ്ടകശനിയാണ് എങ്കിലും ആ വ്യാഴത്തിൻ്റെ ക്ഷേത്രത്തിലല്ലേ, ആ വ്യാഴം നിൽക്കുന്നത് 7-ാം ഭാവത്തിലും കൂടിയിട്ടാണ്. അപ്പം അതുകൊണ്ട് ശനീശ്വരനേക്കാൾ ഇത്തിരി കൂടി നന്നായിട്ട് കാര്യങ്ങൾ ചെയ്തു തരാനായിട്ട് നമ്മുടെ ഈ വ്യാഴത്തിന് പറ്റും. അപ്പോൾ വിഷ്ണു ക്ഷേത്രത്തിൽ നന്നായിട്ട് പോവാം. പുറത്തേക്ക് പോകുന്ന കുട്ടികൾക്ക് ആണെങ്കിലും വലിയവർക്കാണെങ്കിലും തടസ്സങ്ങളില്ലാതെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ നമുക്ക് വാഹനാദികൾ മേടിക്കാനോ വീട് മേടിക്കാനോ അങ്ങനെയൊക്കെ പറ്റുന്ന ഒരു നല്ലൊരു സമയമാണ്. നമ്മൾ പ്രതീക്ഷിക്കാതെ നമുക്ക് ധനം കിട്ടുന്ന ഒരു സമയമാണ് 7-ാം ഭാവത്തിൽ വ്യാഴം വരുമ്പോൾ. പിന്നെ 4-ാം ഭാവത്തിൽ ശനിയാവുമ്പോൾ നമ്മളത് വളരെ എന്ത് കാര്യം ചെയ്യുമ്പോഴും പുതിയൊരു വീട്, അപ്പോൾ നമുക്കെല്ലാം ഭംഗിയോടുകൂടി ചെയ്യാനൊക്കെ ആയിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ ഈ മൂലൻ നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഏറ്റവും ഒരു നല്ല ഭാവമാണ്. 3-ലാണ് രാഹു നിൽക്കുന്നത്. രാഹു 3-ാം ഭാവം കൊണ്ട് ഏറ്റവും നല്ല രാഹുവാണ്. പിന്നെ ഇവർക്ക് 9-ലാണ് കേതു നിൽക്കുന്നത്. 9-ൽ കേതു എന്ന ഗ്രഹം 9-ൽ നിൽക്കുന്നത് നല്ലതാണ്. നിഗൂഢമായ ശാസ്ത്രജ്ഞർ ജ്ഞാനത്തെ തരുന്ന പറയുന്നത്, അതും സൂര്യൻ്റെ ക്ഷേത്രത്തിലുമാണ്. അപ്പം നമുക്ക് പുതിയ പുതിയ അറിവുകൾ ഉണ്ടാക്കി തരും. അപ്പം മൂലനക്ഷത്രക്കാർ ഈ ധനുരാശിയിൽ ഏറ്റവും നല്ലൊരു സമയമാണ് ഈ ഒരു വർഷഫലം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവർ ഏറ്റവും നന്നായിട്ട് ഈ ശനീശ്വരൻ മാത്രമാണ് 4-ാം ഭാവത്തിലുള്ളത്. അപ്പോൾ ശനിയെ നന്നായിട്ട് ഭജിക്കുക. ലഗ്നാധിപനായിരിക്കുന്ന വ്യാഴം 7-ൽ നിൽക്കുന്നുണ്ട്. പിന്നെ 4-ാം ഭാവത്തിലുള്ള ആളും 7-ലാണ് നിൽക്കുന്നത്. അപ്പോൾ നന്നായിട്ട് ശനീശ്വരനെ ഭജിക്കുക. വിഷ്ണു ക്ഷേത്രത്തിൽ പോവാം. നവഗ്രഹങ്ങളുടെ അമ്പലത്തിൽ പോയിട്ട് പറ്റത്തക്ക വഴിപാടുകൾ ചെയ്യുക. അപ്പോൾ ഈ ഒരു വർഷം 1.5 വർഷം കൊണ്ട് നമുക്ക് അധികമായിട്ട് നേട്ടങ്ങളാണ് ഉണ്ടാവുക. അപ്പോൾ ധനുരാശിയിൽ മൂലനക്ഷത്രക്കാർക്ക് ഏറ്റവും നല്ലൊരു വർഷമാണ് ഈ 2025 മേടമാസം 14-ാം തീയതി മുതൽ നമുക്ക് ഉണ്ടാവാനായിട്ട് പോകുന്നത്.